കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർക്കിടെക്ചറൽ മോഡലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ആർക്കിടെക്ചറൽ മോഡലിന് 4 സബ് ഡിവിഷൻ ഉണ്ടായിരുന്നു. ആ 4 സബ് ഡിവിഷനിൽ ഫസ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് വരെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി സെക്കൻഡ് ഈ സിസ്റ്റം ആർക്കിടെക്ചർ. സിസ്റ്റം ആർക്കിടെക്ചറിനകത്ത് 2 എണ്ണമാണ് വരുന്നത്, ക്ലയൻറ്റ് സെർവർ മോഡലും പിയർ ടു പിയർ മോഡൽ. അപ്പോൾ ആർക്കിടെക്ചർ മോഡലിനകത്ത് ഫസ്റ്റ് സബ് ഡിവിഷൻ ആർക്കിടെക്ചറൽ എലമെൻറ്റ്, രണ്ടാമത്തത് സിസ്റ്റം ആർക്കിടെക്ചർ. ആ സിസ്റ്റം ആർക്കിടെക്ചറിനകത്ത് 2 എണ്ണമാണ് വരുന്നത്, ക്ലയൻറ്റ് സെർവർ മോഡലും പിയർ ടു പിയറും. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലയൻറ്റ് സെർവർ മോഡൽ ആൻഡ് പിയർ ടു പിയർ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ തന്നെ ആർക്കിടെക്ചറൽ ആർക്കിടെക്ചറൽ മോഡലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കേസിൽ ഡയറക്റ്റ് ആർക്കിടെക്ചറൽ മോഡൽ എന്ന് ചോദിക്കത്തില്ല, ഏതെങ്കിലും ഒരു ഇൻഡയറക്റ്റ് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നോക്കാം, സിസ്റ്റം ആർക്കിടെക്ചർ ഇറ്റ് മസ്റ്റ് കൺസിഡർ ദ റെസ്പോൺസിബിലിറ്റീസ് എമംഗ് സിസ്റ്റം കമ്പോണൻസ്. സിസ്റ്റം കമ്പോണൻസിന് ഓരോ കമ്പോണൻസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൺസിഡർ ചെയ്യും. ദെൻ പ്ലേസ്മെൻറ്റ് ഓഫ് കമ്പോണൻസ് ഇൻ എ നെറ്റ്വർക്ക് വെൻ ഡിസൈനിങ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള കമ്പോണൻസിൻ്റെ പ്ലേസ്മെൻറ്റ്. ദെൻ ഇൻ ഓർഡർ ടു ഡു യൂസ്ഫുൾ ആക്ടിവിറ്റി മോർ ദാൻ വൺ പ്രോസസ് ഈസ് ഇൻട്രാക്റ്റഡ് വിത്തിൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഒന്നിലധികം പ്രോസസ്സ് ഇൻറ്ററാക്റ്റ് ചെയ്തിരിക്കണം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലേക്ക്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ക്ലയൻറ്റ് സെർവർ മോഡൽ. ക്ലയൻറ്റ് സെർവർ മോഡലിനകത്ത് എന്താ ചെയ്യുന്നത്? ക്ലയൻറ്റ് റിക്വസ്റ്റ് ആർക്ക് കൊടുക്കുന്നു? സെർവറിന് കൊടുക്കുന്നു. സെർവർ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്തിട്ട് തിരിച്ച് റിസൾട്ട് ആർക്ക് കൊടുക്കുന്നു? ക്ലയൻറ്റിന് കൊടുക്കുന്നു. ആ ഫിഗറിൽ ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എന്താണ്? റിക്വസ്റ്റാണ്. ഇൻവൊക്കേഷൻ്റെ മീനിങ് റിക്വസ്റ്റ്. ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു സെർവർ തിരിച്ച് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എന്താ റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ചില കേസിലെന്ന് പറയുമ്പം ചില സെർവർ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നിൻ്റെ എന്തായിരിക്കും? ക്ലയൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് എ സിമ്പിൾ മോഡൽ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ക്ലയൻറ്റ് സെർവർ മോഡൽ, ഇൻ വിച്ച് ക്ലയൻറ്റ് പ്രോസസ് ഇൻറ്ററാക്ട് വിത്ത് സെർവർ പ്രോസസ് ഫോർ ദ പർപ്പസ് ഓഫ് ആക്സസിങ് ദ ഷെയർഡ് റിസോഴ്സസ്. ഇപ്പോൾ ക്ലയൻറ്റ് പ്രോസസ്സ് സെർവർ പ്രോസസ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ആക്സസിങ് ദ ഷെയർഡ് റിസോഴ്സസിന് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സം സെർവേഴ്സ് ഓൾസോ ആക്ട് ആസ് ക്ലയൻറ്റ് വെൻ ഇറ്റ് മേക്ക് എ റിക്വസ്റ്റ്. അപ്പോൾ ചില സെർവേഴ്സും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, വെബ് സെർവർ ബിഹേവ്സ് ആസ് എ ലോക്കൽ ഫയൽ സെർവർ. അപ്പോൾ വെബ് സെർവർ ഒരു ലോക്കൽ ഫയൽ സെർവറായിട്ട് ബിഹേവ് ചെയ്യുന്ന. ദെൻ ഇറ്റ് മാനേജസ് ദ ഫയൽ വിച്ച് ഹാസ് വെബ് പേജ് ഡീറ്റെയിൽസ്. അപ്പോൾ വെബ് പേജ് ഡീറ്റെയിൽസ് ഉള്ള ആ ഫയൽസ് മാനേജ് ചെയ്യുന്നു. രണ്ടാമത് പറയുകയാണെങ്കിൽ സെർച്ച് എഞ്ചിൻ. എക്സാമ്പിൾ ഏതാ? ഗൂഗിൾ. അപ്പോൾ ഇറ്റ് മേക്സ് ദ പീപ്പിൾ ടു സീ ദ ഇൻഫർമേഷൻ കെപ്റ്റ് ഓൺ ദ വെബ് പേജസ് അറ്റ് ദ സൈറ്റ് ഇൻ ആൻ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇതുവഴി ആളുകൾക്ക് ആ വെബ് പേജസിനകത്തുള്ള ഇൻഫർമേഷൻസ് കാണാൻ പറ്റുന്നു അല്ലേ, ഇൻ്റർനെറ്റിനകത്തുള്ള. ഇറ്റ് മേക്സ് ദ പീപ്പിൾ ടു സീ ദ ഇൻഫർമേഷൻ കെപ്റ്റ് ഓൺ വെബ് പേജസ് അറ്റ് ദ സൈറ്റ് ഇൻ ആൻ ഇൻ്റർനെറ്റ്. ദീസ് ഇൻഫർമേഷൻ ഇപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വെബ് ക്രോളേഴ്സ് ആണ്. ഈ വെബ് ക്രോളേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് അറ്റ് എ സെർച്ച് എഞ്ചിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ HTTP റിക്വസ്റ്റ്. HTTP റിക്വസ്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ആക്സസ് ദ വെബ് സെർവേഴ്സ് ഇൻ ദ ഇൻ്റർനെറ്റ്. അപ്പം HTTP റിക്വസ്റ്റ് ഈസ് പാസ്ഡ് ഇൻ ഓർഡർ ടു ആക്സസ് ദ വെബ് സെർവർ ഇൻ ദ ഇൻ്റർനെറ്റ്. അപ്പം രണ്ടാമത്തെ എക്സാമ്പിൾ ഏതാ? സെർച്ച് എഞ്ചിനാണ് പറഞ്ഞ. It makes the people to see the information kept on web pages at the site in an internet. It is prepared by web crawlers which is run in the background at a search engine with the help of HTTP request. Then HTTP request is passed to access the web servers in the internet. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? ക്ലയൻറ്റ് സെർവർ മോഡൽ. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും പിയർ ടു പിയർ മോഡൽ. പിയർ ടു പിയർ മോഡൽ ആകുമ്പോഴത്തേക്കും ഒന്ന് ക്ലയൻറ്റ് ഒന്ന് സെർവർ അങ്ങനെയുള്ളൊരു ഡിസ്റ്റിങ്ക്യൂഷൻ ഇല്ല. എല്ലാത്തിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് പിയർ 1, പിയർ 2, പിയർ 3, പിയർ 4. അപ്പോൾ ഒന്ന് ക്ലയൻറ്റ് മറ്റ് സെർവർ അങ്ങനെയുള്ളൊരു ഡിസ്റ്റിങ്ഷൻ പിയർ ടു പിയർ മോഡലിൽ വരുന്നില്ല. ഓരോ ഒബ്ജക്ട്സ്, ഷെയറബിൾ ഒബ്ജക്ട്സ് ആണ് ആ പിയറിനകത്ത് റെപ്രസെൻ്റ് ചെയ്തേക്കുക. ഷെയറബിൾ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? പ്രോസസ്സിനാണ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? പ്രോസസ്സസ് ആണ്. അപ്പോൾ ഇൻ ദിസ് ആർക്കിടെക്ചർ
ഓൾ ഓഫ് ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ എ ടാസ്ക്. അപ്പോൾ ഈ ആർക്കിടെക്ചർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിൻ്റെയും ടാസ്ക് എന്താണ്, ഇറ്റ് പ്ലേസ് എ സിമിലർ റോൾ ഇൻ ദിസ് ആർക്കിടെക്ചർ. ഓൾ ഓഫ് ദ പ്രോസസ് ഇൻവോൾവ് ഇൻ എ ടാസ്ക് ഓർ ആക്ടിവിറ്റി പ്ലേസ് സിമിലർ റോൾ, ഇൻ്ററാക്ടിങ് കോപ്പറേറ്റീവ്ലി ആസ് പീസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. അപ്പോൾ ഒന്ന് ക്ലയൻറ്റ് ഒന്ന് സെർവർ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ല, എല്ലാവർക്കും ഈക്വൽ റോളാണ്. പ്രോസസ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ഓൺ വിച്ച് ദേ റൺ. ഓൾ പ്രോസസ്സസ് അല്ലെങ്കിൽ എന്താ, ഒബ്ജക്റ്റ് പ്ലേസ് സിമിലർ റോൾ. പ്രോസസ്സസ് ഇൻ്ററാക്ട് വിത്തൗട്ട് പർട്ടിക്കുലർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. അപ്പോൾ ഓരോ പ്രോസസ്സ് തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്ന അവിടെ ക്ലയൻറ്റ് സെർവർ എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ഇല്ല, സെപ്പറേഷൻ ഇല്ല. പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻസ് ഓൺ. ആ കമ്മ്യൂണിക്കേഷൻ്റെ പാറ്റേൺ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻസ് ഓൺ ദ ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എ ലാർജ് നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് ആർ ഷെയർഡ്. എനി ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ ഹോൾഡ് ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഡേറ്റാബേസ്. ഇതിനകത്ത് ഒരു ഡേറ്റ ഒബ്ജക്ട്സ്, ഒരു ലാർജ് നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് ആർ ഷെയർഡ്. എനി ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താ, സിംഗിൾ കമ്പ്യൂട്ടർ, ഇറ്റ് ഹോൾഡ് only എന്താണ്, സ്മോൾ പാർട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഡേറ്റാബേസ്. Then processing and communication load for access to objects are distributed across many computers. അപ്പോൾ പ്രോസസ്സിംഗ് അല്ലെ കമ്മ്യൂണിക്കേഷൻ ലോഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന് ആക്സസ് അതെന്ന് പറയുന്നത് പല കമ്പ്യൂട്ടറിനകത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. എന്നിട്ട് അതേ കണക്കിന് തന്നെ നമുക്ക് ലിങ്ക് ആക്സസ് ചെയ്യാനും പറ്റും. പ്രോസസ്സിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലോഡ് ഫോർ ആക്സസ് ടു ഒബ്ജക്ട്സ്. ഒരു ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ ലോഡ് അല്ലെ പ്രോസസ്സിംഗ്, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എക്രോസ് എന്നാണ്, ഒരുപാട് കമ്പ്യൂട്ടറിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് കിടക്കുകയാണ്. അതേ കണക്കിന് ലിങ്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ജനറൽ ആൻഡ് ഫ്ലെക്സിബിൾ മോഡൽ. ഇനി ഇപ്പോൾ ക്ലയൻറ്റ് സെർവർ മോഡലിനകത്തുള്ള ചില പ്രോബ്ലംസ് പറയാണ്. സെൻട്രലൈസേഷൻ, സം പ്രോബ്ലംസ് വിത്ത് ക്ലയൻറ്റ് സെർവർ മോഡൽ, സെൻട്രലൈസേഷൻ ഓഫ് സർവീസ്, പൂർ സ്കെയിലിംഗ്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ കപ്പാസിറ്റി, സെർവറിൻ്റെ കപ്പാസിറ്റി, ബാൻഡ്വിഡ്ത്ത് ഓഫ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി, കണക്റ്റിംഗ് സെർവർ. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ കുറച്ചൊക്കെ ഏത് സോൾവ് ചെയ്യുന്നുണ്ട്? പിയർ ടു പിയർ സോൾവ് ചെയ്യുന്നു. പിയർ ടു പിയർ ട്രൈസ് ടു സോൾവ് സം ഓഫ് ദ എബവ്. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഷെയർഡ് റിസോഴ്സസ്, വൈഡ്ലി ഷെയർ കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലോഡ്സ്. ദെൻ പ്രോബ്ലംസ് വിത്ത് ദ പിയർ ടു പിയറിനകത്ത് വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഹൈ കോംപ്ലക്സിറ്റി ഡ്യൂ ടു ഫസ്റ്റ് വൺ ക്ലെവർലി പ്ലേസ് ദ ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ്, ദെൻ retrieve the objects, and it maintain potentially large number of replicas. It maintain large number of replicada meaning എന്താ, copies. It maintains potentially large number of replicas. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഓർത്ത് വെച്ചേക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ മോഡൽ ആകുമ്പോൾ ഒന്ന് ക്ലയൻറ്റ് സെർവർ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. പിയർ ടു പിയർ മോഡൽ ആകുമ്പോഴത്തേക്ക് ക്ലയൻറ്റ് സെർവർ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ല, എല്ലാത്തിനും ഈക്വൽ റോളാണ്. ഇതാണ് മെയിനായിട്ടും ക്ലയൻറ്റ് സെർവറും പിയർ ടു പിയർ മോഡലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഈ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിയർ ടു പിയർ മോഡൽ മാത്രം വേണമെങ്കിൽ എഴുതാൻ ചോദിക്കാം 4 മാർക്കിന്, ക്ലയൻറ്റ് സെർവർ മോഡൽ മാത്രം വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലയൻറ്റ് സെർവർ ആൻഡ് പിയർ ടു പിയർ മോഡൽ എന്ന് പറഞ്ഞ് എഴുതാൻ ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ essay 3 ലെങ്തിയാണ്. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനെ ആയതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആർക്കിടെക്ചറൽ എലമെൻറ്റ്, സെക്കൻഡ് ഈസ് സിസ്റ്റം ആർക്കിടെക്ചർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇനിയുള്ള 2 സെക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യാം.